ഇതൊക്കെ കാണണം ഭഗവാനെ. ദാ ജോജു ഓടുന്നു, പിടിക്കവനെ. ഗുഡ് മോർണിംഗ് അങ്കിളെ. അങ്കിളിന്റെ ടൂത്ത് പേസ്റ്റിൽ പഞ്ചസാര ഉണ്ടോ? മകളെ, എന്റെ ടൂത്ത് പേസ്റ്റിൽ പഞ്ചസാര, തേയില, പാല് എല്ലാം ഉണ്ട്. ആദ്യം നീ ഇത് പറ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മുത്തശ്ശ, എന്റെ പേര് ജോജി എന്നാ. എന്റെ അച്ഛന്റെ പേര് ഷാജി എന്നുമാണ്. എന്റെ അമ്മയ്ക്ക് മുത്തശ്ശി ഇട്ടിരിക്കുന്ന ചെല്ല പേര് സിജി എന്നുമാണ്. അല്ല, മുത്തശ്ശൻ എന്തായി കാണിച്ചത്? എന്റെ കയ്യിൽ എന്തിനായി തൈര് തന്നത്? മോനെ, നിന്റെ കൂലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു ലസി ഉണ്ടാക്കിയേക്കാമെന്ന്. ഞങ്ങളുടെ ലൈറ്റ് ടീത്ത് കമ്പനിയുടെ പേരിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പുതിയ ടൂത്ത് പേസ്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചാൽ പല്ലുകളുടെ തിളക്കം 10 മടങ്ങ് വർദ്ധിക്കും. പിന്നെ നിങ്ങളുടെ പുഞ്ചിരിയുടെ മാറ്റ് കൂടും. നിങ്ങളുടെ വീട്ടിലെ പഴയ ടൂത്ത് പേസ്റ്റ് ഞങ്ങൾക്ക് തരൂ. കാരണം ഈ ടൂത്ത് പേസ്റ്റിന്റെ മുന്നിൽ ബാക്കിയെല്ലാം വേസ്റ്റ് ആണ്. ശരി മോനെ, ഞാനിപ്പോ കൊണ്ടുവരാം. ഇനി ഞാൻ നാട്ടിലെ എല്ലാവരുടെയും പല്ലുകൾ വർണ്ണം കൊണ്ട് നിറയ്ക്കും. കാരണം ഈ നഗരത്തിലെ വെട്ടിത്തിളങ്ങുന്ന പല്ല് എനിക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ എല്ലാവർക്കും എട്ടിന്റെ പണി കൊടുക്കും. ഇയാൾ ഇതെവിടെ പോയേക്കുവാ? ഈ ടൂത്ത് പേസ്റ്റ് എടുത്തോണ്ട് വരാൻ മുത്തശ്ശൻ 1 മണിക്കൂർ എടുത്തു. എന്തായിരുന്നു ഇത്രയും താമസിക്കാൻ കാരണം? മോനെ, പണ്ട് തൊട്ടേ ഞങ്ങള് പതുക്കെയല്ലേ നടക്കുന്നത്, നിങ്ങളല്ലേ ഓടിപ്പോകുന്നത്. മുത്തച്ഛന്റെ ടൂത്ത് പേസ്റ്റ് എവിടെ? ഇതാ മോനെ പേസ്റ്റ്. എന്റെ പൊന്നങ്കിളെ, ആ ടൂത്ത് പേസ്റ്റ് എനിക്ക് തന്നിട്ട് അങ്കിൾ എന്റെ ഈ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തോ പല്ല് നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങും. അല്ല, ബ്രഷ് ചെയ്യുമ്പോ സാധാരണ ഈ സൗണ്ട് ഒന്നല്ലല്ലോ വരാറ്. ഈ ആ എന്നുള്ള സൗണ്ട് ഇത് എവിടെ നിന്നാണോ വരുന്നത്? കഴുതേ, നീ സുവർദാറിനടിച്ച് താഴെ ഇടുകയാണോ അതോ പല്ല് തേക്കുകയാണോ? എന്നോ ഒരിക്കൽ ഫിറ്റ് നിന്റെ പല്ലിനെ കുറിച്ച് നല്ലത് പറഞ്ഞതിന് ശേഷം അത് ഭംഗിയാക്കി സൂക്ഷിക്കാൻ എപ്പോഴും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്കവാറും ഇങ്ങനെ തേച്ച് കഴിഞ്ഞാലേ നിന്റെ മോണ വരെ തേഞ്ഞു പോവും. കൊച്ചലിയ, ഞാൻ എക്സ്ട്രാ ഇരിക്കുന്ന ടൂത്ത് പേസ്റ്റ് എടുത്തോട്ടെ. അതിന്റെ ടൂത്ത് പേസ്റ്റ് മൊത്തം തീർന്നെന്നാ തോന്നുന്നേ. അതിപ്പോ എടുക്കണ്ട, ഇനിയിപ്പൊ അതും കൂടി തീർക്കാനായിരിക്കും അല്ലേ? അടി, നിന്റെ ബ്രഷ് ചെയ്യൽ കുറച്ച് കൂടുന്നുണ്ട്. എനിക്ക് പുതിയ ടൂത്ത് പേസ്റ്റ് വേണം. ഇനി നീ പുതിയ പേസ്റ്റ് വെച്ച് പല്ല് തേക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. മണി, ഇവനെ വെറുതെ വിടരുത്, പിടിക്കേ. ജോർദാറെ, ഞങ്ങളൊന്ന് സഹായിക്ക്. മണി മുഴങ്ങി. സോറി, ഇത് നിങ്ങളുടെ അല്ല, ഇത് കോളമ്പിൽ അടിച്ചതാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പ്, പഞ്ചസാര, പാല് എന്നിവയൊക്കെ ഉള്ളതാണോ? അതെ, താൻ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചാണോ അതോ ജനറൽ സ്റ്റോറിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? നീ ആരാ? എന്റെ പേര് ജോജി എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്നത് 5G ആണ്. മാത്രമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ജില്ലു എന്നാണ്. ആണോ? അതിരിക്കട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ലൈറ്റ് ടീത്ത് കമ്പനി എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ടൂത്ത് പേസ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ പുതിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്.
ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ്. ഓഫറിന്റെ സമയം പരിമിതമാണ്, 3 സെക്കൻഡുകൾ മാത്രം. ആഹാ, എന്തുമാത്രം സമയമുണ്ട്. ഈ സമയം കൊണ്ട് ലോകം മൊത്തം ഞങ്ങൾക്ക് കറങ്ങി വരാം. കൊണ്ടുവരൂ നിങ്ങളുടെ പഴയ ടൂത്ത് പേസ്റ്റ് എനിക്ക് തരൂ. എല്ലാം ദൈവത്തിന്റെ മറിമായമാണ്, എല്ലാം മംഗളമാണ്. ഞായറാഴ്ച കഴിഞ്ഞാൽ പിറ്റേന്ന് തിങ്കളാഴ്ചയാണ്. ഇതാണ് ഞങ്ങളുടെ കമ്പനി വക നിങ്ങൾക്കുള്ള ടൂത്ത് പേസ്റ്റ്. ഹണി, നീ എന്തിനാണ് ഞങ്ങളുടെ ടൂത്ത് പേസ്റ്റ് അവന് കൊടുത്തത്? കൊടുത്തതല്ലോ, ഞാൻ എക്സ്ചേഞ്ച് ചെയ്തതല്ലേ. അവൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടേ കമ്പനിയുടെ വക ഒരു ടൂത്ത് പേസ്റ്റിന്റെ കൂടെ ഒരു ടൂത്ത് പേസ്റ്റ് ഫ്രീ ആയിട്ട് തന്നില്ലേ. അത് നല്ലതല്ലേ? വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബ്രഷ് ചെയ്യാം. അയാൾ നിന്റെ അല്ല, ഞങ്ങളുടെ പേസ്റ്റിന് പകരമല്ലേ തന്നേ. ഇത് ഞങ്ങളുടേതാ. ഇതുകൊണ്ട് പല്ല് തേക്കുന്നത് ഞങ്ങളായിരിക്കും. കൊച്ചലേ നിക്ക്. അയ്യോ, എന്താ ഇത്? നമ്മുടെ പല്ലുകളെല്ലാം കളർഫുൾ ആയല്ലോ. ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് എന്റെ കൂട്ടുകാരായിട്ടല്ല, ലുഡോ കളിക്കുമ്പോ ഉപയോഗിക്കുന്ന കരിക്കളായിട്ടാ എനിക്ക് തോന്നുന്നത്. 3 പേരുടെ പല്ല് കണ്ടിട്ട് ട്രാഫിക് സിഗ്നൽ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ടൂത്ത് പേസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ പല്ലെല്ലാം ഈ കളറിൽ മാറിയത്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മുടെ പഴയ ടൂത്ത് പേസ്റ്റും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പല്ല് പഴയ പോലെ വൈറ്റ് ആക്കാമായിരുന്നു. വേഗം വാ, നമുക്ക് കന്നാ സാറിന്റെ കയ്യിൽ നിന്ന് പേസ്റ്റ് വാങ്ങാം. എന്നാ വാ. എന്നാ വാ. അയ്യോ, ഇതെന്താ? കന്നാ സാറിന്റെ പല്ലെന്താ നീല നിറത്തിലായത്? എന്റെ പിള്ളേരെ, ഫേസ്ബുക്കിൽ ഞാൻ വായിക്കാറുണ്ട് പോസ്റ്റ്. ആ ജോജി എനിക്ക് തന്നിട്ട് പോയതാണ് ഈ ലൈറ്റ് ടൂത്ത് പേസ്റ്റ്. അടികൈ ഒന്നും പറയണ്ട, ഈ പേസ്റ്റ് കൊണ്ട് തേച്ചിട്ടാ എന്റെ പല്ലിന്റെ കളർ ഇങ്ങനെ ആയത്. അയ്യോ, ഇത് അതേ പേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തേച്ചിട്ടാ എന്റെ പല്ല് ഇങ്ങനെ ആയത്. പക്ഷേ ഈ ഗുല്ലേന്ദ്ര നഗരത്തിലുള്ള എല്ലാവരുടെയും പല്ലിങ്ങനെ കളറാക്കി മാറ്റുന്നത്? ഇത് നമ്മൾ അവനെ കണ്ടുപിടിച്ച് അവനോട് തന്നെ ചോദിക്കണം. സംശയമുണ്ടോ? അവൻ ബാക്കിയുള്ളവരുടെ പല്ല് നശിപ്പിക്കുന്നതിന് മുമ്പ് അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. വേഗം വാ. ഹായ്. ചേടാ, ഇന്നാ കൊച്ചളിയ, ദാ നോക്ക്, അതാ നിൽക്കുന്ന ഗുല്ലു. പിടിച്ചോ. ചതിയൻ. അയ്യോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ പേസ്റ്റ് ഇതാ. ഇല്ല, തരില്ല. എന്റെ അടുത്ത് വരരുത്. ദൂരെ പോ. ഓടിക്കോ. ഇനി എന്തൊക്കെ കാണണം ഭഗവാനെ. ദാ ജോജി ഓടുന്നു, പിടിക്കാവനെ. അടികൈ. മര്യാദക്ക് ഞങ്ങളുടെ ടൂത്ത് പേസ്റ്റ് തിരിച്ചു തടാ. ഇപ്പൊ തരാം. ആഹാ.
ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവൻ എല്ലാവരുടെയും ടൂത്ത് പേസ്റ്റ് മോഷ്ടിച്ചു. പിടിക്കവനെ. ഇനി പറയടാ, ഞങ്ങളുടെ പേസ്റ്റ് എല്ലാം എടുത്തിട്ട് ഞങ്ങളുടെ പല്ലിന്റെ കളർ മാറ്റി എന്തിനാ നീ? കാരണം എന്റെ പല്ല് മാത്രം ഈ നഗരത്തെ വെളുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടേനെ. ഞാനൊന്നും തെറ്റായി ചിന്തിച്ചില്ല. പറയൂ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഇനി ലോകം കൊണ്ടുപോയി കളർ ഞാൻ മാറ്റിക്കോളാം. പോടാ. അയ്യോ ദേ നോക്ക്, ഇവൻ കാരണം എല്ലാവരുടെ പല്ലും കളറായി. ഇൻസ്പെക്ടർ പാണ്ട, ഇവൻ ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പേസ്റ്റ് തിരികെ തരാൻ പറ. ബൈ ബൈ. വാ കൊച്ചലിയ, നമുക്ക് ഏതായാലും ഈ സ്മൈലിന്റെ ഒപ്പം ഒരു സെൽഫി അങ്ങ് എടുത്തേക്കാം. ഇനി എപ്പോഴാണ് നമ്മുടെ പല്ല് ഇതേപോലെ റെയിൻബോ ആവണെന്ന് പറയാൻ പറ്റില്ലല്ലോ.